കേരള ചരിത്രത്തിൻ്റെ ഭൂതകാലത്തിൽ സംഭവബഹുലമായ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള ആലത്തൂർ. ചരിത്രാതീത കാലം മുതൽ ഋഷിവര്യന്മാർ തപസ്സു ചെയ്തും യാഗങ്ങൾ നടത്തിയും അധിവസിച്ചിരുന്ന ഒരു പുണ്യസങ്കേതം. ഹനുമാൻ സ്വാമിയുടെ സംശയം ദൂരീകരിക്കാൻ മഹാവിഷ്ണു വീണ്ടും വിശ്വരൂപ ദർശനം നൽകിയ മഹാസന്നിധി. ആലത്തൂരെ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കല്ലേ, പേടി സ്വപ്നം കണ്ടാലോ പള്ളിവാലുകൊണ്ട് തട്ടിയുണർത്തേണമേ. ഈ കീർത്തനം മലയാളക്കരയിൽ അമ്മമാരുടെ ചുണ്ടിൽ എന്നുമുണ്ടായിരുന്നു. ആലത്തൂരെ ഹനുമാനെ എന്ന കീർത്തനം ചൊല്ലിയുറങ്ങുന്ന കുഞ്ഞിൻ്റെ ശിരോഭാഗത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. ഭഗവാന്റെ വിശ്വരൂപ ദർശനം കണ്ട് തൻ്റെ ശരീരം ലഘൂകരിച്ച് മണ്ഡപത്തിൽ തൊഴുകൈകളോടെ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ചെറിയ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം ഹനുമാൻ സ്വാമിയെ തൊഴണം, എന്നിട്ട് വേണം പ്രധാന ഭഗവാനെ തൊഴുവാൻ. ഭക്തർക്കൊപ്പം അദ്ദേഹവും പ്രാർത്ഥിക്കുന്നു എന്നാണ് വിശ്വാസം. നമസ്തേ. മാളയിലാട്ടോ, തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ മാളയ്ക്കടുത്ത് ആലത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി അധികം ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ മാളയിലുള്ള ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം. പുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമാണത്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ഊരായ്മ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. നമുക്ക് ഇപ്പോഴത്തെ ഊരായ്മയിലുള്ള പ്രകാശ് സാറുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞതും. സാറേ നമസ്കാരം. പേര്? എൻ്റെ പേര് പ്രകാശ്. ഞാൻ ഈ ദേവസ്വത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജറാണ്. ഇതിൻ്റെ നടത്തിപ്പ്. അപ്പം ഇതൊരു ഊരായ്മ ക്ഷേത്രമാണ്. വെണ്ണൂർ ആലത്തൂർ ദേവസ്വം എന്ന് പറഞ്ഞ് 4 ക്ഷേത്രങ്ങളാണ് ഈ ഊരായ്മയുടെ കീഴിലുള്ളത്. ആലത്തൂർ, കോടംകുളങ്ങര, വെണ്ണൂർ, അമ്പാടി, ഇങ്ങനെ 4 ദേവസ്വങ്ങളാണ് ഈ വെണ്ണൂർ ആലത്തൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നത്, കീഴിലുള്ളത്. ഈ ആലത്തൂർ ദേവസ്വം എന്ന് പറയുന്നത് ഒരു ദേശക്ഷേത്രമായിരുന്നു. പുരാതനത്തിൽ ചേരന്മാരുടെ കാലത്തെ അടവൂർ എന്ന ഗ്രാമത്തിൽ പഞ്ചമഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അന്നമനട, ആലത്തൂർ, കീഴടൂര്, കുഴൂര്, ഐരാണിക്കുളം, ഈ 5 മഹാക്ഷേത്രങ്ങൾ, പഞ്ചമഹാക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നു. അതിൽ ഉള്ള ആലത്തൂരായിരുന്നു ഇതിൻ്റെ ഈ അടൂരിൻ്റെ ഗ്രാമക്ഷേത്രം അഥവാ ദേശക്ഷേത്രം. പിന്നീട് 705 സാമൂതിരി കൊച്ചിയെ കീഴ്പ്പെടുത്തുകയും 1705 ഈ അടൂരിൻ്റെ അധികാരം സാമൂതിരിയുടെ കീഴിലാവുകയും ചെയ്തു. സാമൂതിരി ഏകദേശം 1765 വരേക്കും ഈ പ്രദേശം അടൂര് ഭരിച്ചു. അതിനുശേഷം തിരുവാങ്കൂറും കൊച്ചിയും സഖ്യം ചെയ്ത് സാമൂതിരിയെ ഇവിടെ നിന്ന് തുരുത്തി. ഈ ക്ഷേത്ര അധികാരസ്ഥാനം അന്നമനടയിലേക്ക് മാറ്റുകയും ചെയ്തു. അന്ന് ഈ സാമൂതിരി തിരുത്തിയതിന് ശേഷം അന്ന് തിരുവാങ്കൂറുമായി സഖ്യം ചെയ്ത് നിർമ്മിച്ചതാണ് നെടുങ്കോട്ട. ഈ നെടുങ്കോട്ട ഈ ക്ഷേത്രത്തിന് ഒരു 1/2 കിലോമീറ്റർ അകലെ കൂടെ കടന്നു പോകുന്ന നെടുങ്കോട്ട, ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻകോട്ട മുതൽ ആനമല വരെ നീണ്ടിരുന്ന 56 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന നെടുങ്കോട്ട, അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ ചരിത്രത്തിൻ്റെ ഒരു വലിയ സ്മാരകമായി നിലനിൽക്കേണ്ടതായിരുന്നു. അത് 1790 ടിപ്പുവിൻ്റെ പടയോട്ടം കാലത്ത് ഈ കോട്ട പൊളിച്ചാണ് ടിപ്പു ഇതിനകത്ത് കയറുകയും ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഒരുപാട് നാശങ്ങളുണ്ടായി. ഇവിടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം പലായനം ചെയ്തു. അങ്ങനെ ഈ ക്ഷേത്രവും ഇതിൻ്റെ എല്ലാം തന്നെ ഒരു കുറേ കാലത്തേക്ക് പിന്നെ വിജനമായി ഒരവസ്ഥയിലായിരുന്നു. തുടർന്ന് 1905 കൊച്ചി രാജാവ് ഇന്നത്തെ ഊരായ്മക്കാർക്ക് ഈ ക്ഷേത്രം നടത്താനുള്ള അധികാരപത്രം നൽകി. അന്ന് രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വരികയും അന്നത്തെ കൊച്ചി സ്റ്റേറ്റിലെ 62 ക്ഷേത്രങ്ങൾ ഊരായ്മക്കാർക്ക് ആയിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള എല്ലാ ദേവസ്വങ്ങളും
കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമം വരുന്നതോടു കൂടിയിട്ട് ക്ഷേത്രങ്ങൾക്ക് ഈ ആലത്തൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള മിക്കവാറും കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റെ ഭൂസ്വത്തുക്കൾ നഷ്ടപ്പെടുന്നൊരു വ്യവസ്ഥയുണ്ടായി. അതിന് തുടർന്ന് നമുക്ക് ഈ ക്ഷേത്രവും പിന്നീട് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയും ഏറെ നാശങ്ങൾ സംഭവിച്ച് വീണ്ടും ഇത് പഴയ പോലെ തന്നെ ഒരു കാട് പിടിച്ച അവസ്ഥയിൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. അതിനുശേഷം 2004 ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നത്. 2005 ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം തുടങ്ങി. ഇന്നിപ്പം 20 വർഷം കഴിയുമ്പം ശ്രീകോവിലും മണ്ഡപം ചുറ്റമ്പലം ഏകദേശം ഒരു 50-60% പണികളെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. നല്ല രീതിയിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ക്ഷേത്രം, മഹാരാജാക്കന്മാരെല്ലാം മാറി മാറി തൊഴുത് പോയിരുന്ന ക്ഷേത്രം, അവർക്കിടെയെല്ലാം ഒരു സാന്നിധ്യമുണ്ടായിരുന്ന ക്ഷേത്രം ഒരു ഗ്രാമത്തിൻ്റെ മധ്യ കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൻ്റെ കൂടി സ്മരണകൾ നിലനിൽക്കുന്നതാണ്. പഴയ കാലത്ത് ഇവിടെ പാഠശാലകളും വേദാധ്യയനങ്ങളൊക്കെ നടന്നിരുന്നു. ഏകദേശം 3 ഏക്കറിൽ താഴെ ചുറ്റളവിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകം നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു 20,000 ചുറ്റളവ് വിസ്തീർണമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലവും വലിയമ്പലവും ഉൾപ്പെടുന്ന ഈ ഒരു നിർമ്മിതിക്ക് തന്നെ. പക്ഷേ ഇന്ന് അധികം ആരും അറിയപ്പെടാതെ ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഒതുങ്ങുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് ഇത് നിലനിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് മഹാവിഷ്ണു വിശ്വരൂപ ദർശനം നൽകി എന്നുള്ളൊരു സങ്കല്പം കൂടി ഉള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ അല്ലേ. ശ്രീരാമൻ ഭാവത്തോടു കൂടി ഇരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവും ആ ഭഗവത് സ്വരൂപം കണ്ട് ധ്യാനനിഗ്നനായി തൻ്റെ ശരീരം ലഘൂകരിച്ചിരിക്കുന്ന ഹനുമാനുമാണ് ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. അതോടൊപ്പം തന്നെ സുദർശന ചക്രം ആയിട്ട് തന്നെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ഒരു ക്ഷേത്രം കൂടിയാണ്. ഒരു കാലത്ത് ആലത്തൂർ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കല്ലേ എന്നുള്ള കീർത്തനം കേരളീയർക്കെല്ലാം സുപരിചിതമായിരുന്നു. അമ്മമാർ കുട്ടികൾ പേടി സ്വപ്നം കാണാതിരിക്കാൻ രാത്രികാലം കിടന്നുറങ്ങുമ്പോൾ ഈ കീർത്തനം ചൊല്ലി കിടക്കുന്ന പതിവ് ഒരു കാലത്ത് കേരളക്കര മുഴുവൻ അറിയുന്നൊരു പ്രദേശം കൂടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. പക്ഷേ കാലം പിന്നീട് നമ്മളെ ഈ ആരും അറിയപ്പെടാത്ത ഒരു ഗ്രാമമായി ഇത് ഇന്ന് നിലനിൽക്കുകയാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറേ മാറ്റങ്ങൾ വന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും നിർമ്മാണങ്ങളെല്ലാം നടന്നു. ശരിക്കും പറഞ്ഞാൽ നാലമ്പല തീർത്ഥാടന പാതയുടെ സമീപത്തു കൂടി പോകുന്നൊരു ക്ഷേത്രം എന്ന നിലയ്ക്കും ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം നിലയ്ക്കും വരും തലമുറ ഇത് സംരക്ഷിക്കേണ്ടതും ഇതിൻ്റെ ചരിത്രവും പൗരാണികതയും ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അനിവാര്യമാണ്. അതിനായിട്ട് സജ്ജനങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ പ്രധാന പ്രതിഷ്ഠകൾ വരുന്നത് ശരിക്കും ശ്രീരാമൻ രൂപഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ്. പിന്നെ ഹനുമാൻ സ്വാമി, ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, പിന്നെ സുദർശന നാഗരാജാവും അത് പുറത്ത്. പിന്നെ സുദർശനത്തിനും മഹാവിഷ്ണുവിനും എല്ലാ പൂജകളും കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ അകത്ത് എന്തൊക്കെ വേണോ അതൊക്കെ സുദർശനത്തിനും വേണം ചെയ്യണം അല്ലേ. അങ്ങനെയാണ് രണ്ടിടത്തും പൂജയുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ആഘോഷങ്ങളായിട്ട് എന്താ ഉള്ളത്? വൈശാഖോത്സവം, വൈശാഖ മാസം ഒരു മാസത്തെ വിശേഷ പരിപാടികൾ എല്ലാം ഉണ്ടാവും. നമ്മൾ വേദോച്ചാരണം, വാരം, നേരത്തെയൊക്കെ എല്ലാ മാസവും തിരുവോണൂട്ടുണ്ട്. പുണർദം വാരവും തിരുവോണം ഊട്ടും ഇവിടെ പ്രധാനമായിരുന്നു പഴയ കാലം തൊട്ട് തന്നെ. അപ്പോൾ പുണർദം വാരം മാത്രം കൊല്ലത്തിലൊരിക്കേ ഉള്ളൂ. കാരണം വാരം എന്ന് പറയുന്നത് തന്നെ വേദാധ്യായനവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം, വേദജപമാണ്. അത്രയും അപ്പം അത് നോക്കൂ, അത് പുണർദം ശ്രീരാമൻ്റെ നാളിനാണ് പുണർദം വാരം എന്ന് പറയുന്ന ഇത് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരുപാട് വേദജ്ഞന്മാർ അന്ന് വേദം ചൊല്ലുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതും ഇപ്പം നമുക്കറിയാലോ, ശ്രീരാമക്ഷേത്രത്തിൽ ഇവിടെ
വടക്ക് ഉള്ള അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇവിടെയും അതുപോലെ ഉണ്ടായിരുന്നു എന്നാണ്. ആണല്ലേ. ഇപ്പൊ എന്താണ് ഇതിന് ആഘോഷം വരുന്നത്? വിനായക ചതുർത്ഥി. ഇനിയിപ്പോൾ വിനായക ചതുർത്ഥി, അതുപോലെ അഷ്ടമിരോഹിണി നല്ല വിപുലമായിട്ട്. പിന്നെ ഉത്സവങ്ങളായിട്ട് ഉത്സവം നേരത്തെ ഇപ്പൊ ഈ നവീകരണം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള നവീകരണം നടത്താൻ പറ്റിയില്ല. അപ്പൊ നടത്തി കഴിഞ്ഞിട്ട് വേണം ഉത്സവം വീണ്ടും. ക്ഷേത്രം ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് അപ്പൊ എത്ര കാലമായി? ഇപ്പൊ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ഒരു 20 വർഷം കൊണ്ടാണ് ഇത്രയായത്. എല്ലാം കാട് പിടിച്ച് കിടക്കായിരുന്നു. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. അന്ന് നമ്മുടെ കുഴൂർ നാരായണമാരാരുടെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ കൊട്ടിപ്പാടി സേവ ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം അവരുടെ കുടുംബത്തിനാണ് ഇവിടുത്തെ മറ്റേ മാരാമാരുടെ അവകാശം. പിന്നെ ആലത്തൂർ ശാരത്ത് അവർക്കാണ് കഴകത്തിന്റെ അവകാശം. കേക്കിനടുത്ത് വൈക്കത്തെ തന്ത്രി തന്നെയാണ് ഇവിടുത്തെ തന്ത്രം വരുന്നത്. ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ വളരെ വലിയ അതിപുരാതനമായ ക്ഷേത്രത്തിൻ്റെ വലിയ ബലിക്കൽ കാണാട്ടോ. പഴയ ബലിക്കല്ലാണ്, നല്ല പഴക്കമുള്ള ബലിക്കല്ലാണ്. ബലിക്കല്ലൊക്കെ പഴയത് തന്നെയാണ്. അത്രയും വലിയ ബലിക്കല്ല് ആ ക്ഷേത്രത്തിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നത്. വൈക്കത്തും ഇതേ വലിപ്പം ഉണ്ടാവും. ക്ഷേത്രങ്ങളുടെ ബലിക്കല്ലുകൾക്ക് ഒരു പ്രത്യേകത ക്ഷേത്രത്തിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അകത്തെ എല്ലാ സ്ട്രക്ചറുകളും ഈ ബലിക്കല്ലില് കാണാം. പീഠത്തിന്റെ അകത്തെ പീഠത്തിന്റെ ഉയരായിരിക്കും മേലെ കാണുന്ന പീഠത്തിന്റെ അല്ലേ. അതാണ് പീഠ ഉയരമാണ് ആ ബലിക്കല്ലിന്റെ അകത്തെ പീഠത്തിന്റെ ഭഗവാൻ ഇരിക്കുന്ന പീഠത്തിന്റെ ഉയരാണ്. ആ ഉയരത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലേ. അപ്പം അതിന്റെ ബാക്കിയുള്ള ഘടനകളാണ് ഇവിടെ ഈ കാണുന്ന ക്ഷേത്രഘടന. പീഠം വരെയുള്ള എന്തൊക്കെയാണോ നിർമ്മിതികൾ അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഈ ബലിക്കല്ല്. അതാണ് ബലിക്കല്ലിന്റെ ഒരു സൂചന. നമ്മൾ ബലിക്കല്ല് കാണുമ്പോ അറിയാം ക്ഷേത്രത്തിന്റെ ഒരു വലിപ്പവും പ്രൗഢിയും. ശിവവിന്റെ അകത്ത് എന്തൊക്കെയാണോ അതിന്റെ എല്ലാം ചെറിയ രൂപങ്ങളാണ് ഇവിടെ ബലിക്കല്ലിൽ കാണുന്നത്. നമ്മളിങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ പ്രൗഢഗംഭീരമായ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം കാണാം കേട്ടോ. വട്ട ശ്രീകോവിലുള്ള വലിയ ക്ഷേത്രമാണ് ഇത്. മണ്ഡപത്തിലാണ്, നമസ്കാര മണ്ഡപത്തിലാണ് ഹനുമാൻ സ്വാമി ശ്രീരാംഭവത്തിലെ മഹാവിഷ്ണുവിനെ നോക്കി ധ്യാന നിമഗ്നനെ ഇരിക്കുന്നത്. ഹനുമാൻ സ്വാമി ഇവിടെ ഇരിക്കുന്നതല്ലേ. പിന്നെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്. സുദർശന എവിടെയാണ് വരുന്നത്? അത് അവിടെയാണ് വരുന്നതല്ലേ. ക്ഷേത്രത്തെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കുന്നതൊക്കെ കിണറിൽ നിന്ന് തന്നെയാണ് അല്ലേ. ഇതൊക്കെ പണിതിട്ട് ഇപ്പം എത്ര നാളായി ഇപ്പം ഈ ഒരു ഭാഗമൊക്കെ പണിതിട്ട്? അത്ര ആയിട്ടുള്ളൂ അല്ലേ. പണിപ്പോ പൂർത്തീകരിച്ച് കഴിഞ്ഞ വർഷം ഈ വൈശാഖത്തിലാണ് സുരേഷ് ഗോപി വന്ന് സമർപ്പണം ചെയ്തതല്ലേ. അവിടെ എഴുതി വെച്ചതൊക്കെ കണ്ടായിരുന്നു. ശരിക്കും ഞാൻ മുൻപ് ജോലി സംബന്ധമായിട്ട് ഇതിലെ പോകുമ്പോൾ ആലത്തൂർ ക്ഷേത്രം ഒരിക്കൽ ഞാൻ ഈ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറുന്ന ആദ്യമായിട്ടോ. പലർക്കും അറിയില്ല ആലത്തൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ആലത്തൂർക്കാവാണ് എല്ലാവരുടെയും വിചാരം. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മുടെ നാട്ടിൽ ആലത്തൂർ ഹനുമാൻ സ്വാമിയുണ്ട്, ആലത്തൂർ മഹാവിഷ്ണു ഉണ്ടെന്ന് പറഞ്ഞൊന്നും പലർക്കും അറിയ പോലും ഇല്ല. ഇത്ര മഹാക്ഷേത്രം ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെ ഐരാണിക്കുളം ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ തിരുവൈരാണിക്കുളമാണോ എന്നാ ചോദിക്കണേ. പക്ഷെ ഏറ്റവും പ്രാധാന്യം ഐരാണിക്കുളം ക്ഷേത്രമാണ്. അതെ തന്നെ, പലർക്കും അറിയില്ല. നമ്മുടെ നമ്മുടെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ്. നമ്മുടെ എങ്ങനെയാണ് തിരുവൈരാണിക്കുളത്തേക്ക് ഒരു ഇതിനെ പിന്നെ അന്ന് അഗൗർ ചാത്തനെ കുറിച്ച് അഗൗര് മനയെ കുറിച്ച് അധികം പേർക്ക് അറിയില്ല. ഈ അഗൗർ ചാത്തൻ അഗൗറും അവരൊക്കെ ഉണ്ടായിരുന്ന ഐരാണിക്കുളം ഗ്രാമത്തെ കുറിച്ച് അറിയില്ല. ഐരാണിക്കുളം ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ചരിത്ര പ്രാധാന്യമുള്ള കൂടിയായിരുന്നു. അതായത് അടൂർ ഗ്രാമത്തിന് തന്നെ വലിയ കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗ്രാമത്തില് 5 ക്ഷേത്രങ്ങൾ വരാമെന്ന് ആലോചിച്ചു. ഏതൊക്കെയായിരുന്നു ക്ഷേത്രങ്ങൾ തിരുമേനിനകത്ത് പറഞ്ഞിരുന്നു? അന്നമനട, കീഴടൂര്, കുഴൂര്, ആലത്തൂര്. ഇത് ശരിക്കും പറഞ്ഞ ഒരു
ശ്രീചക്രത്തിന്റെ സ്ട്രക്ചറിലാണ് അത് നിലനിൽക്കുന്നത്. മധ്യത്തിൽ ഭഗവതി, ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ നമ്മൾ ഭഗവതിയാണ്. കിഴക്കേ അറ്റത്ത് ശിവൻ, ഇടതും വലതുമായിട്ട് സുബ്രഹ്മണ്യനും വിഷ്ണു. മറ്റേ അതിന്റെ പുറകിലായിട്ടാണ് ഈ ചക്രത്തിന് പുറത്ത്, അതായത് അതൊരു രാജകേന്ദ്രവും കൂടിയാണ്. അതായത് ഇതിനും വ്യത്യസ്തമായിട്ട് ഇന്ദ്രോത്സവം നടന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രനും ഇന്ദ്രാണിയും ജയന്തനുമായിരുന്നു സംഘകാല ചേരന്മാരുടെ പ്രധാന ആരാധന. അവർക്ക് അവിടെയാണ് ഭജിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ബ്രാഹ്മണ ഗ്രാമങ്ങൾ രൂപപ്പെടുന്നതോട് കൂടിയിട്ടാണ് ഈ ശിവപാർവതി സുബ്രഹ്മണ്യ ശിവകുടുംബമായിട്ടുള്ള പ്രതിഷ്ഠ വരുന്നത്. കാരണം ബ്രാഹ്മണർ ഇന്ദ്രനെയും ഇന്ദ്രാണിയും ജയന്തനെ ആരാധിക്കില്ല. അപ്പോൾ അത് മാറി അവിടെ ഇത് വരുന്നത്. അതുവരെ അവിടെ ഇന്ദ്രനും ഇന്ദ്രാണിയും ജയന്തനുമായിരുന്നു. ആ സ്ഥാനത്തേക്ക് സുബ്രഹ്മണ്യനും പാർവതിയും ശിവനും വരികയാണ്. മറ്റേ ഈ വടക്കേടത്തപ്പൻ മറ്റേ അത് ശിവക്ഷേത്രം. നേരത്തെ ശിവക്ഷേത്രത്തിന് അതായത് ചേരന്മാരുടെ അധ്യക്ഷന് പ്രധാന ദേവനാണ് ശിവൻ. ആ പിന്നെ അവര് വൈഷ്ണവ ഈ സംഗതികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശൈവ വൈഷ്ണവ ആരാധന കേരളത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ്. അപ്പം ശൈവരും ഉണ്ട്, വൈഷ്ണവരും ഉണ്ട്. എന്നാൽ ഈ കാവ് സമ്പ്രദായത്തിൽ നിന്നാണ് ദേവീക്ഷേത്രങ്ങളുടെ ആരംഭം. അപ്പോൾ കാവ് തട്ടകങ്ങളായിരുന്ന ക്ഷേത്രങ്ങൾ ആണ് പിന്നീട് ദേവീക്ഷേത്രങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മലനാടുകളിൽ ശാസ്താക്ഷേത്രങ്ങളും നാടുകളിലും തീരദേശങ്ങളിലും ദുർഗയും ഭദ്രകാളിയുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒരു സമ്പ്രദായം കാവ് തട്ടകങ്ങളുമായിട്ടാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ കാവ് തട്ടകങ്ങളുടെ പ്രധാന ആചാരങ്ങൾ നമുക്ക് കാണണമെങ്കിൽ തൊടുപുഴ, മൂവാറ്റുപുഴ, തൃക്കാരി, കോതമംഗലം ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഇരുമോൾക്കാവ്, അതുപോലെ തൊടുപുഴ 1-2 പ്രധാനപ്പെട്ട കാവുകളുണ്ട്. ആ കാവുകൾ ഒക്കെ കൊല്ലപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതുപോലെ വേറൊരു, അതൊക്കെ ഇന്നും സംരക്ഷിത മേഖലകൾ കൂടിയാണ്. അതൊക്കെ കേരളത്തിൻ്റെ പൗരാണികമായ കാവ് തട്ടകങ്ങളുടെ ഒരു ഇതാണല്ലേ സൂചനകളാണ്. ഇരങ്ങൾക്കാവ് ഇപ്പോഴും 50 ഏക്കർ സ്ഥലമായിരുന്നു കാവ്. ഇപ്പൊ കുറഞ്ഞ് ഇപ്പൊ 10-30 ഏക്കറൊക്കെ. തിരുവിതാംകൂർ ദേവസ്വം കൊണ്ടിരിക്കുന്ന ഏറ്റവും സംരക്ഷിതമായ പെരുമ്പാവൂർ ടൗണിലെ ഏറ്റവും വലിയ വനമേഖല, വന ദേവതയാണത്, ദുർഗയാണത്. അവിടെ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹമാണ്. ഞാനവിടെ മാനേജറായിട്ട് ഇരുന്നിട്ടുണ്ടല്ലേ. അപ്പം അത് കാരണം അത് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ചരിത്രം പഠിക്കാൻ തയ്യാറാണ്, പൈതൃകങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറില്ല. ഇത് മാത്രമല്ലല്ലോ, ഇതിൽ നിന്നാണ് നമുക്കൊരു ജ്യോതിശാസ്ത്ര സരണിയും രൂപപ്പെടുന്നത്. അതും ഈ പറയുന്ന കാവ് തട്ടകങ്ങളിൽ നിന്ന് ആര്യഭട്ടൻ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങുന്ന ആര്യഭട്ടനിലൂടെ തുടങ്ങി 19-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന അവർ നമ്മുടെ നാരായണീയം ജയിച്ച മേൽപ്പത്തൂർ വരെയുള്ള ഒരു പരമ്പരയുണ്ട്. 19-ാം നൂറ്റാണ്ട് വരെയുള്ള ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു പരമ്പരയുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ നിന്നിരുന്ന കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന നക്ഷത്ര ബംഗ്ലാവ്, നക്ഷത്ര പഠനത്തെക്കുറിച്ച് പഠിക്കാനൊരു പഠന കേന്ദ്രം കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ബാലക്രീഡേശ്വരം എന്ന് പറയുന്ന ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെയായിരുന്നു ഈ നക്ഷത്ര ബംഗ്ലാവ് അല്ലെങ്കിൽ നക്ഷത്ര പഠന കേന്ദ്രം ഉണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡികൾ വരുന്നുണ്ട്. സംഗമഗ്രാമ മാധവൻ, അദ്ദേഹത്തിൻ്റെ കല്ലേറ്റിങ്കര ഉള്ള സ്ഥലവും ഇപ്പോൾ ന്യൂട്ടൻ്റെ സിദ്ധാന്തം ആദ്യം പറഞ്ഞത് സംഗമഗ്രാമനാണെന്ന് ലോകം അംഗീകരിച്ചല്ലോ. അപ്പോൾ നമുക്ക് അത്രയും വലിയൊരു പൈതൃകം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യർ ഇവിടെ വന്നത് ചുക്കും കുരുമുളകും മേടിക്കാനൊന്നുമല്ല, ഇവിടുത്തെ അറിവ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ വേദങ്ങളായിക്കോട്ടെ ഇതുമാതിരിയുള്ള എന്തിനു പറയണു, ലോകത്തിലാദ്യമായിട്ട് ഉണ്ടായ മാത്തമാറ്റിക്സിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു മലയാളത്തിൽ എഴുതിയ ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. അത് ഇന്ന് നമ്മുടെ കൈവശമില്ല. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ കൈയെഴുത്ത് വഴി ഇന്നും സൂക്ഷിക്കുന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യം, മുംബൈ IIT-യിലെ ഡോക്ടർ സുബ്രഹ്മണ്യം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറയാം, ഞാനത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ മലയാളികൾക്ക് ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് മലയാളികൾ ഇതുവരെ നോക്കിയിട്ട് പോലും ഇല്ലാന്ന്. ഇതും മറ്റേ തിരുവല്ലക്കാരൻ ഒരു ബിഷപ്പും അതുപോലെ ശർമാജിയും കൂടിയാണ് ഈ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തം തന്നെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ലോകത്തെ അറിയിച്ചത്.
അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയ ഒരു സമ്പന്നമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൈതൃക സംസ്കാരം നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ ഈ ക്ഷേത്രം തന്നെ ഇവിടെ പാഠശാലകളുണ്ടായിരുന്നു, വേദം ഇവിടുന്ന് കുട്ടികളെ ജാതി വേദമന്യ വിദ്യ കൊടുത്തിരുന്ന ഒരു സങ്കേതം ഇപ്പോഴും എരളൂർ വെട്ടേരി എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. ഇവിടെ അതിനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. നാട്ടിലെ എല്ലാ കുട്ടികൾക്കും എഴുത്ത് കളരി ഉണ്ടായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുറവ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ മേൽശാന്തി വരുന്നത്. തിരുമേനിയുടെ പേരൊന്ന് പറയാമോ? സ്ഥലം എവിടെയാണ്? അവിട്ടത്തൂർ അല്ലേ? താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്? താമസിക്കുന്നത് ഇവിടെ തന്നെ. ഇവിടെ ക്ഷേത്രം തുറക്കുന്ന സമയമൊക്കെ എപ്പോഴാണ്? രാവിലെ 5-5:15 തുറക്കും. അടയ്ക്കുന്നത് 10 മണി വരെ ഉണ്ടാവും അല്ലേ? വിശേഷ ദിവസങ്ങളിലാകുമ്പോൾ 10 മണി വരെ 10 മണി ഉണ്ടാവും. അല്ലെങ്കിൽ 9 വരെ ഉണ്ടാവില്ല. വൈകുന്നേരം 5:30 തുറന്നാൽ 7 മണിക്ക് അടയ്ക്കില്ല. ഈ മെയ് 7 നമ്മുടെ സുരേഷ് ഗോപിയാണ് ഈ വലിയ അമ്പലം ബലിക്കൽപുരയുടെ ഭജന മണ്ഡപത്തിൻ്റെ സമർപ്പണം നടത്തിയത് കേട്ടോ. സുരേഷ് ഏട്ടനാണ് ചെയ്ത്. കഴിഞ്ഞ മെയ് 7 ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫലകം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം, രാവിലെ വരാം. ശരി. രാജീവ് സാറുമായിട്ട് സംസാരിച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇരുട്ടായിപ്പോയി, വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല പൂർണ്ണമായിട്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ ഒന്നുകൂടെ ക്ഷേത്രത്തിന് ഉൾവശവും പുറകുവശമൊക്കെ ഒന്ന് വീഡിയോ കവർ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് എടുക്കണം. ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പഴയ ആനപ്പള്ള മതിലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റും. നാളെ രാവിലെ ഒന്നുകൂടി വന്നിട്ട് വേണം വീഡിയോ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. വീഡിയോ എടുത്ത് നമ്മൾ ആ തിരുമേനിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ കിട്ടി. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പിറ്റേ ദിവസം രാവിലെ പിന്നെ വന്നേക്കാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശം കേട്ടോ. പുറകുവശത്താണ് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ പിന്നെ കൂടെയാണ് അകത്തേക്ക് കയറി. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇങ്ങനെ റോഡ് ഇങ്ങനെ കറങ്ങി കേട്ടോ വന്നെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. പുറകുവശത്ത് വലിയ വട്ടശ്രീകോവിലായിട്ട് ക്ഷേത്രം കാണാം. ഇവിടെ ചെറിയൊരു കൽവിളക്ക് കാണാം. ഇവിടെയാണ് സർപ്പക്കാവ് പറഞ്ഞത് കേട്ടോ. ക്ഷേത്രത്തിലെ സർപ്പക്കാവാണത്. അതിങ്ങനെ നമുക്ക് ക്ഷേത്രം കാണാം. ഇനി നമുക്ക് ഇതിലെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവാം, മുൻവശത്തേക്ക് പോവാം. വലിയ വട്ടശ്രീകോവിലാട്ടോ. വർഷങ്ങളോളം കാട് കയറി കിടന്നിരുന്നൊരു ക്ഷേത്രം കേട്ടോ. അത് 10-20 വർഷത്തോളമായിട്ടുള്ള ക്ഷേത്രം ഇതുപോലെ ഈ രീതിയിലാക്കിയിട്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ആ ഒരു പഴമയിലാണ് കേട്ടോ നിർമ്മിച്ചേക്കണേ. നല്ല ഭംഗിയുണ്ട്. തേക്കാത്തൊരവസ്ഥയിൽ ക്ഷേത്രം കാണാനായിട്ട്. എന്ത് ഭംഗിയാ നോക്കിയ ക്ഷേത്രം. അപ്പം നമുക്ക് ഒന്നുകൂടി ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്ന് കയറാം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കയറി വരുമ്പോൾ നമുക്ക് വലിയ ഈ ഒരു ബലിക്കല്ല് കാണാം കേട്ടോ.
180. ഇതുണ്ടോ ഇതിൻ്റെ ഒരു ഇത് മൊത്തം വിട്ടുകല്ലിലാണ് ഈ ഉള്ളുവശം അല്ലേ? പുറം ഭിത്തി മുഴുവൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗം മുഴുവൻ കരിങ്കല്ല്. അങ്ങനെ 2 ലെയർ ഭിത്തിയാണ്. ഏകദേശം ഒരു 2.5 അടി വിസ്തീർണമുണ്ട് ഈ ചുമരിന്റെ വീതി, ഈ ഇതിന്റെ വീതി അതൊക്കെ പഴയതാണല്ലേ? പഴയതാണ്. അത് മാത്രമേ വരുള്ളൂ. പിന്നെ അത് ഗർഭഗൃഹം എന്ന് പറയുന്ന ഗർഭഗൃഹമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണ്? ഗർഭഗൃഹം നേരത്തെ ഉണ്ടായിരുന്നു, പഴയത് തന്നെ അല്ലേ? എല്ലാം നമ്മൾ പുതുക്കി ചെയ്താണല്ലേ? മറ്റേ മുഴുവൻ കാടായിരുന്നു. കാടായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്ത് പഴക്കം ഏകദേശം? ഒരു 2000 വർഷത്തെ പഴക്കം ഉണ്ടല്ലേ? കാരണം ചാരന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 60 അതെ അതെ അതെ, ഏറ്റവും പഴക്കമുള്ളൊരു BC ആണ്. അങ്ങനെയാണ് നമുക്കുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. BC 69 മുതൽ AD 200-240 വരെയുള്ള കാലഘട്ടമാണ് ആദിചാരന്മാരുടെ കാലം. അപ്പൊ ആരാധനക്രമം ഉണ്ടായിരുന്നതിൽ ആ ചരിത്രരേഖകളിൽ കാണുന്നു, അവരുടെ സംഘകൃതികളിൽ കാണുന്നുണ്ട്. അപ്പൊ അതുണ്ട്, എന്തായാലും കുറഞ്ഞത് 2000 വർഷത്തെ പഴക്കം ഉണ്ടെന്നല്ലേ? അഷ്ടമംഗല പ്രശ്നമൊക്കെ ഇതിൽ പറയുന്നത് 3000 വർഷത്തെ ഇതുണ്ടെന്നുള്ളതാണ് പ്രശ്നം വെച്ചപ്പോൾ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയൊന്നും ആവില്ല, വേറെ സമ്പ്രദായങ്ങളാച്ച ആ ഒരു ആരാധനക്രമം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പം കേരളത്തിലെ മനുഷ്യര് ഇതൊക്കെ തുടങ്ങിയിട്ട് എന്തായാലും മഹാശിലായുഗം വരത്തിട്ടുള്ള അതിനെ കുറിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ അതിന് വേണ്ട കൂടുതൽ പഠനങ്ങളായി നമുക്ക് ഇവിടെ പഠനങ്ങൾ ഒരു കാലത്ത് നടക്കുന്നില്ല. ഒരു പോരായ്മ വരുന്നത് ഇത് ഈ ഒരു ഭാഗം കരിങ്കല്ല് വന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് വെട്ടുകല്ലാണ് വെച്ചാണല്ലേ? 2.5 അടിയോളം വീതിയുണ്ട് ഈ ഒരു ചുമരനല്ലേ? ഇതുമുള്ള ഈ ഒരു ശില്പങ്ങളെല്ലാം അന്നത്തെ കാലത്തുള്ളത് തന്നെയാണല്ലേ? അത് ഓരോ അത് മാത്രമല്ല, ഇത് മറ്റേ കുത്തുകാലം എന്ന് പറയും, മേലുത്തരത്തിനുള്ള കുത്തുകാലം അലങ്കാരപ്പ അതൊന്നും ഇനി ചെയ്യാൻ കിടക്കുന്നുള്ളൂ, മുകളിലേക്കുള്ള പണികൾ. ഇപ്പൊ കുത്തുകാലിന്റെ പീഠമാണ് ശരിക്കും ആ കാണുന്ന ആനകളുടെ രൂപത്തിന് തന്നെ വ്യത്യാസമുണ്ട്. ഓരോ എല്ലാ ആനയ്ക്കും വ്യത്യസ്ത രൂപമാണ്. അതിനി എന്താ പറയാ, അതിന്റെ കുത്തുകാലും മറ്റേ കുമുദം എന്ന് പറഞ്ഞിട്ട് അതവിടെ വേറൊരു ഇതുകളൊക്കെ വരണം. അതിൻ്റെയൊക്കെ ബാക്കി സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, അത് കാണിച്ചത്. തൂക്കുത്തരം വരും, വള്ളിയുത്തരം എന്നറിയാം, തൂക്കുത്തരല്ല വള്ളിയുത്തരവും കുത്തുകാലും ആയിട്ടാണ്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ശ്രീകോവിലിൻ്റെ ചുറ്റുമുണ്ടല്ലോ ചുമര്, അതായത് ഈ കരിങ്കല്ല് കൊണ്ടുള്ള ചുമര്, അത് പഴയതാണ്. ഏകദേശം 2000 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിട്ടത്. അപ്പോൾ തിരുമേനിയെ തുറന്ന് കാണിച്ചു തന്നു. അപ്പോൾ പുറം ലെയർ കരിങ്കല്ലും ഉള്ളിൽ വെട്ടുകല്ലും കൊണ്ടാണ് നിർമ്മിച്ചത്. ഏകദേശം 2.5 അടി വീതിയുണ്ട് ഈ ഒരു ചുമരിന്. അത്ര തിക്നെസ്സിലാണ് ഈ ഒരു ചുമര് പണിതിരിക്കുന്നത്. 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയണേ. ചേര കാലഘട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം 2000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഈ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് സുദർശനമൂർത്തി വരുന്നത് കേട്ടോ, ക്ഷേത്രത്തിൻ്റെ സുദർശനമൂർത്തി പ്രതിഷ്ഠ.
ഇവിടെ ഈ നമസ്കാര മണ്ഡപത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത്. ഈ നമസ്കാര മണ്ഡപത്തിൽ അതിന് മുമ്പത്തെ ഓടെന്ന് പറയുന്നത് മാടോടെന്ന് പറയും. അത് ഇതാണ് അതിനു മുമ്പുണ്ടായിരുന്ന പഴയ കാലത്തെ ഓടുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പൊടിയേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ കമത്തി ഇളക്കുക. അല്ല, ഇത് ഇത്ര വീതി ഉള്ളൂ. അത് ഇത്ര വീതി ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി നീളം കാണും. പൊട്ടിപ്പോയതാണ് അല്ലേ? പൊട്ടിപ്പോയതാ. ഈ വീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അടക്കി വെക്കൂലേ? ഇപ്പൊ ഇതും കൂടി വീതി എത്ര ഉണ്ടാവുള്ളൂ. ആ പൊഴി ഉണ്ടോ ഇത്ര ഉള്ള ഈ ചെറിയ പൊഴിയില്ലേ? മാടോട് അല്ലേ? ഇത് വെച്ചിട്ടായിരുന്നോ നമ്മുടെ ശ്രീകോവില് മേഞ്ഞിരുന്നത്? പഴയ ശ്രീകോവില് മേഞ്ഞിരുന്ന ഓടാണ്ടത് മാടോട്. ഈ ഒരു വീതി ഉണ്ടാവുള്ളൂ. ആണി എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇതുണ്ടോ പല ടൈപ്പുള്ള ആണികൾ. അതൊക്കെ ചെത്തിയെടുക്കാണ് കൊല്ലന്മാരെ. ചെത്തിയെടുക്കാണ്. ഇന്നിപ്പോ നമ്മൾ 1 ഇഞ്ച് 2 ഇഞ്ച് എന്നൊക്കെ ഉള്ളത് അന്ന് ഇതുണ്ടോ. ഇതിപ്പോ ഇത് 2.5 ഇഞ്ചാവും. ഇത് 1.5 ഇഞ്ച് ഉണ്ട്. ആണിയുടെ ഷേപ്പ് കണ്ട പണ്ടത്തെ ആണിയാണ്. ഇതൊക്കെ ശ്രീകോവില് പൊളിച്ചപ്പോ കിട്ടിയതാണോ? ചുറ്റമ്പലത്തിനുണ്ടായിരുന്നു അല്ലേ? അല്ല 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 അല്ല, ഇത് പണ്ടത്തെ കൊല്ലന്മാര് ചെത്തി കൈപ്പണിയിൽ ഉണ്ടാക്കിയിരുന്ന ആണിയാണ് കേട്ടോ. അത് കണ്ട ഇത് നമ്മുടെ ഈ നമസ്കാര മണ്ഡപത്തിന്റെ കൂടായിരുന്നു അല്ലേ? ഈ നമസ്കാര മണ്ഡപം നേരത്തെ ഉണ്ടായിരുന്നു. അത് മെയ് അതിലേക്കാണ് ഈ കൈക്കോലുകൾ ചെല്ലുന്നല്ലേ? ഇതേപോലത്തെ 36 ചെല്ലുന്ന ഇത് മണ്ഡപത്തിന്റെ അത്ര. മറ്റേന് 64 കൈക്കോലുണ്ടാവും. അത് ചെല്ലുന്ന ഇതിലും വലുതായിരിക്കാം. ഇത് തേക്കണോ? തേക്കാം. ഈ ഒരു മണ്ഡപത്തിൻ്റെ പഴയ ഒരു കൂടാട്ടോ കഴുക്കോല് കയറ്റി വെച്ചിരുന്ന മുകളിൽ കാണുന്ന കൂടുണ്ടല്ലോ, പഴയതാണത്. ഇവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത്. മുകളില് ഏത് ശ്രീകോവിലിന്റെ അല്ല, ഇത് പ്രവേശന വാതില് അതിന്റെ മേലയില് വെക്കുന്ന ചിത്രപ്പണിയോട് കൂടിയതല്ലേ? അത്രയും പൗരാണികത്വം അതിന്റെ കാര്യം. നമ്മൾ കേറി വരുന്നിടത്തൊക്കെ ആയിരിക്കും. അതിപ്പോഴും വലിയ മഹാക്ഷേത്രങ്ങളുടെ ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഫുള്ള് മുഴുവനും ഇങ്ങനെ കൊത്തിയെടുത്തേക്കാണ് പലകയാണ് കണ്ട. ഇത് പഴയ കാലത്തെ വിളക്ക്. ഈ വാതിലൊക്കെ പഴയതാ ശ്രീകോവിലിന്റെ. പഴയ ശ്രീകോവിലിന്റെ ഈ സുദർശന അതേ ആ ഒരു പണ്ടത്തെ അതുകൊണ്ട് തന്നെ അത് നമ്മള് നന്നാക്കി അതുപോലെ തന്നെ വെക്കാൻ വേണ്ടിട്ട്. അതാ പഴയ മണിച്ചിത്രത്താഴ് കണ്ട പഴയ താഴല്ലേ? അതൊക്കെ അസല ഉരുക്കാണ്. നമ്മുടെ ഈ ഒരു ശ്രീകോവിലിന്റെ പഴയ വാതിലാട്ടത്. ആ ഒരു അത്ര പഴക്കമുള്ളൊരു കൊത്തുപണികൾ കണ്ട മരത്തുമേള.
അന്നത്തെ പിച്ചളയാണ് 2000 വർഷം അല്ലെങ്കിൽ 1500 വർഷം മുൻപ് പണിത വാതിലിൻ്റെ ആ ഒരു ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് പോയിട്ടില്ലല്ലേ, ഉറച്ചെടുത്ത് കഴിഞ്ഞാൽ. താഴിൻ്റെ മനുഷ്യത്താഴെന്ന് പറഞ്ഞ സാധനം ശരിക്ക് പണി നോക്കി ഇതിൻ്റെയൊക്കെ അതൊരിക്കലും കേട് കണ്ട ഓരോ ഇഞ്ചിലിങ്ങനെ കൊത്തുപണികളാണ് കേട്ടോ ഇതിൻ്റെ. കണ്ട സെന്റിമീറ്ററിലാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ കൊത്തുപണികൾ കാർവിങ് ഉണ്ട് കണ്ട. ഓ ശരിക്കും ഈ ഒരു ഇതൊക്കെ പഴയത് തന്നെയാണല്ലേ. ഓ കല്ലല്ലേ. ഓരോ സൈസ് കല്ലുകള് ഇതിന്റെ ആണ്. അതിന്റെ ഇപ്പുറത്തുനിന്ന് അതിന്റെ കനം വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇത് 3 ടൈപ്പ് ഉണ്ട്. ഇത് ഏതാണ്ട ഓരോ ഇത്രയും വലിപ്പമുള്ള വെട്ടുകല്ലുകളാണ് അവിടെ അടക്കിയേക്കുന്നതല്ലേ, അടക്കിയിരുന്നല്ലേ. അത് മാത്രമല്ല ഇതുണ്ടോ, ഇതൊരു അളവ്, ഇതൊരു അളവ്, ഇത് വേറെ അളവ്. അപ്പൊ അതിന്റെ ഓരോന്നിനും അതിനനുസരിച്ചിട്ടുള്ള വലിപ്പം നോക്കി കല്ലിന്റെ കണ്ട സൈഡ് വ്യൂ എടുക്കുമ്പോൾ അതിന്റെ അളവിന്റെ വ്യത്യാസം. പിന്നെ ഇതുപോലെ കല്ലടുക്കിക്കാണ് ഓരോ നിരയും. ഈ വലിയ ഇതിനെല്ലാം കല്ലാണ് അതിന്റെ ഉള്ളിൽ മുഴുവൻ അടിക്കണം. അതിപ്പോ പഴയ ഗോപുരത്തിന്റെ തറയിൽ നോക്കുമ്പോ നമുക്കറിയാം അതെല്ലാം കല്ലാണ് അടുക്കുക. മണ്ണിടുന്ന പ്രശ്നം ശരിക്കും ഇങ്ങനെ ചുറ്റും ആനപ്പള്ള മതിലുണ്ടായിരുന്നല്ലേ. ഇവിടെ ഇതൊക്കെ ഉണ്ട്, മഞ്ഞപ്പള്ള മതിലുണ്ട് ഇവിടെ ഉണ്ട് അല്ലേ. ആ ഒരു ഭാഗം മാത്രം ഇപ്പൊ നിലവിലുള്ളൂ അല്ലേ. ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ നല്ല ഉത്സവങ്ങളൊക്കെ നടന്നിരുന്ന രാജാക്കന്മാർ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന അപജയങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ ഇല്ലാതാവുന്നത്. പിന്നെ സമൂഹത്തിന് തോന്നണമല്ലോ. അതെ അതെ. ഇപ്പം നിലവിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ ആനപ്പള്ള മതിലിൻ്റെ ഇത്ര ഭാഗങ്ങളാട്ടോ നിലവിലുള്ളത്. ഘടന അറിയാൻ പറ്റും. പിന്നെ പണ്ട് വലിയ ഗോപുരം ഉണ്ടായിരുന്ന തറയാട്ടോ അത്. ഓക്കെ, അതും എല്ലാം ഈ വെട്ടുകല്ല് കൊണ്ട് മാത്രമാട്ടോ നിർമ്മിച്ചേക്കണേ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഇത് തറ മണ്ണ് പോലും അല്ല, ഫുള്ള് ഇങ്ങനെ കല്ലിങ്ങനെ അടക്കിയേക്കാം. അപ്പോൾ ഇത്ര വലിയ ഗോപുരം ഉണ്ടായിരുന്നൊരു, എന്ത് വലിയ ഗോപുരം ഉണ്ടായിരുന്നൊരു ക്ഷേത്രമായിരിക്കില്ല ഇത് അന്നത്തെ കാലത്ത്. പിന്നെ നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് ആനപ്പള്ള മതിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളുള്ളൂ, വലിയൊരു കല്ലിൻ്റെ ഇത് നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഒരു മതിലിൻ്റെ ഭാഗം. കണ്ട വലിയ മതിൽ, 10 അടിക്ക് മുകളിൽ ഹൈറ്റിൽ വലിയ ആനപ്പള്ള മതിൽ. ഇത്ര ഉള്ളൂ ഇതിൻ്റെ. ഇപ്പം ഇത്ര നിലനിൽക്കുന്നുള്ളൂ. ഒരു മതിലിൻ്റെ ഒരു ഭാഗം നിൽക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമല്ലോ, പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഹൈറ്റിൽ ഹൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ. ആണല്ലേ. ചുറ്റും ഇങ്ങനെ മതിലുണ്ടായിരുന്നുണ്ടാവും അല്ലേ. ഇവിടെയാണ് കേട്ടോ രക്ഷസ് വരുന്നത്. രക്ഷസിൻ്റെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെയാണ്. ഇതെല്ലാം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ആനപ്പള്ള മതിലുണ്ടായിരുന്ന കേട്ടോ ക്ഷേത്രത്തിന്. കാക്കളിരിക്കണമെങ്കിൽ മുകളിൽ എന്ത് രസമുള്ള ക്ഷേത്രം അല്ലേ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്തുള്ള ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാട്ടോ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. 2000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അതിപുരാതനമായൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഹനുമാൻ സ്വാമി
നമസ്കാര മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉപദേവതകളായിട്ട് ശാസ്താവ്, പിന്നെ ഗണപതി, കൂടാതെ തന്നെ സുദർശന ചക്രത്തിൻ്റെ പ്രതിഷ്ഠ. അത് പറഞ്ഞനുസരിച്ച് നമ്മുടെ ശ്രീരാമസ്വാമിയുടെ അതേ ഒരു പ്രാധാന്യത്തിൽ തന്നെയാണ് സുദർശന ചക്രത്തിൻ്റെ പ്രതിഷ്ഠ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ പുരാതനമായ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി. ഒരു കല്ലിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി കണ്ട. ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുൻപ് ഇത് കാട് കയറി കിടക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. കാട് കയറി കിടന്നിന്ന് പിന്നെ വെട്ടിത്തെളിച്ച് ഇപ്പം നല്ല ഭംഗിയുള്ള ക്ഷേത്രമായി മാറി ഇവിടം കണ്ട. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകിലാട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. ഇതെല്ലാം കണ്ട, ഇതൊക്കെയാണ് മതിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ കണ്ട. അദ്ദേഹം പറഞ്ഞനുസരിച്ച്, ആ പ്രകാശ് സാറ് പറഞ്ഞനുസരിച്ച് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ പൂർണ്ണമായിട്ട് തകർന്നൊരു ക്ഷേത്രമായിരുന്നു എന്നാണ് പറയണേ. ഇവിടെ കോട്ട, നെടുങ്കോട്ട തകർത്ത് ടിപ്പു ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കൈ കിട്ടിയതും കണ്ണി കണ്ടതെല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് പോയതെന്നാണ് പറയുന്നത്. ഇവിടെയാണ് സർപ്പങ്ങളുടെ പ്രതിഷ്ഠ വരുന്നത്, സർപ്പക്കാവ്. ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്, നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഇറങ്ങുകയാണ് ക്ഷേത്രത്തിൽ നിന്ന്. പുതിയ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.